പക്ഷെ വീട്ടിലറിയാത്തൊരു സത്യമുണ്ട് കൂട്ടുകാരെ, വീട്ടിലറിയാത്ത. വന്ന 3-ാം ദിവസം തൊട്ട് ഞങ്ങൾ 1 വർഷം ആശുപത്രി തന്നെയായിരുന്നു. എന്താ പൂമ്പാറ്റിയോ കിളിയോ പിന്നെ ഹാപ്പി ബർത്ത്ഡേ പൊന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാവും. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിനക്ക് നീട്ട് ചാൻസ് കിട്ടിയ നീ കല്യാണം കഴിക്കുമോ? ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തില്. ഓ അങ്ങനെയല്ലടി പറയണ്ടേ. പിന്നെ നീ പറയുന്നു മാത്രം പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നതാണോ? നീ എന്താ അങ്ങനെ പറഞ്ഞേ? അടുത്ത ജന്മത്തിൽ കല്യാണം കഴിക്കില്ല. എന്നാ അടുത്ത ജന്മത്തിൽ ഞാന് എന്താ പൂമ്പാറ്റിയോ കിളിയോ കുഞ്ഞോ അങ്ങനെ എന്തെല്ലാം ആയിരിക്കും. നിനക്ക് അടുത്ത എന്താവാനാ ഇഷ്ടം? അടുത്ത ജന്മം ഉണ്ടെങ്കില് മനുഷ്യനായി ജനിക്കുകയാണെങ്കില് എനിക്ക് ഇതേ സെയിം ലൈഫ് മതി. പക്ഷെ ഞാൻ ആണും നീ പെണ്ണും. അതായത് നീ പെണ്ണു ഞാന് സാമും. എനിക്ക് മമ്മിയും പപ്പയും, നിനക്ക് അമ്മയും അച്ഛനും. എന്നിട്ട് എനിക്ക് നീ ഇഷ്ടന്ന് പറഞ്ഞപ്പോ കിട്ടിയ അടിയൊക്കില്ലേ, അതൊക്കെ നിനക്ക് കിട്ടിക്കൂടാ. ഞാന് എനിക്ക് അടുത്ത ജന്മത്തിൽ തന്നെ മതി, നല്ല എനിക്ക് സ്കൈ ബേബീനെ കിട്ടും. ഞാൻ കമന്റ്സിനൊക്കെ റിപ്ലൈ തന്നോണ്ടിരിക്കുകയായിരുന്നേ, കൂട്ടുകാർക്കൊക്കെ റിപ്ലൈ തന്നോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്തപ്പോൾ ഒരക്ഷരം മാറിപ്പോയി. അപ്പോഴത്തേക്ക് അവൻ വന്നിട്ട് വലിയ ആളാവും, ഇങ്ങനെയാണോ റിപ്ലൈ കൊടുത്തോണ്ടിരുന്നത് ഇത്ര നാളൊന്ന്. എന്നെ കമന്റിനൊന്നും റിപ്ലൈ കൊടുക്കില്ല. ഞാനാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തന്നോണ്ടിരിക്കുന്ന ആൾ കേട്ടോ. അടുത്ത ജന്മത്തില് നീ ഇപ്പൊ കല്യാണം കഴിക്കുവാണെങ്കിൽ എന്നെപ്പോലെ ഒരാള് കല്യാണം കഴിക്കുമോ അതോ വേറെ ആൾ കല്യാണം കഴിക്കുമോ? വേറെ ആളെ കല്യാണം കഴിക്കും. അങ്ങനെയല്ല പറയണ്ടേ. പൊന്നു പിണങ്ങിയിരിക്കട്ടെ. പൊന്നിന് ഭയങ്കര പിണക്കായിരുന്നു, അതിന്റെ സങ്കടം തീർക്കുന്ന കേട്ടോ ഇപ്പൊ. അല്ലെ പൊന്നു ഇങ്ങനൊന്നും അല്ല, അല്ലെ പൊന്നു ഇച്ഛയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. തന്നെ പറഞ്ഞു പറയിപ്പിക്കുന്ന ഒരു കെട്ടിയാണ്. അപ്പോഴല്ലേ കൂട്ടുകാരെ, എന്റെ പിറന്നാളാണ് ജൂൺ 1. എല്ലാവരും വിഷ് ചെയ്യാൻ മറക്കരുത്. എല്ലാരും സ്റ്റാറ്റസ് ഇടണം, എല്ലാരും വിഷ് ചെയ്യണം. സ്റ്റോറി ഇടണം. ജൂൺ 1 പൊന്നിന്റെ ബർത്ത്ഡേ ആണ്. 12 മണിക്ക് എന്നെ വിളിച്ചിരിക്കണം. പൊന്നു അങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര ഇഷ്ടാട്ടോ. ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു വേണ്ട കേട്ടോ ആരും. ഹാപ്പി ബർത്ത്ഡേ പൊന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാവും. ഞാൻ 11 മണിക്ക് ഇച്ചേന്റെ ഫോണിൽ അലാറം സെറ്റ് ചെയ്യും. ഇവളുടെ സെയിം പരിപാടിയാ. ഇവളുടെ ബർത്ത്ഡേന്റെ അന്ന് പൊന്നു എൻ്റെ ഫോണിൽ വാട്സപ്പ് എടുത്തിട്ട് പൊന്നുവിന്റെ ഫോട്ടോ പൊന്നുവിന്റെ സ്റ്റാറ്റസ് ഇടും. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാവോട് പറയും ഉമ്മയൊക്കെ. അപ്പത്തേക്കും കുഞ്ഞായിരിക്കും ഇച്ച അങ്ങനെ ആരുടെയും ബർത്ത്ഡേ ഒന്നും സ്റ്റാറ്റസ് ഇടില്ല കേട്ടോ. അപ്പത്തേക്ക് അയ്യോ അത് ബർത്ത്ഡേ എന്ന് പറയാറുണ്ട്. അപ്പൊ ഞങ്ങള് കല്യാണം കഴിച്ചോണ്ടല്ലോ, ഞങ്ങള് കല്യാണം കഴിച്ചത് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഭയങ്കര മണ്ടത്തരേ. അല്ല നീ പറഞ്ഞ ടൂൺ അങ്ങനെ ഞങ്ങള് കല്യാണം കഴിച്ചിട്ടല്ലോ, ഞങ്ങൾ കല്യാണം കഴിച്ചത് വല്ല മണ്ടത്തരേ പോയി. അങ്ങനെ ഒരു ട്യൂണാണ് പറയുന്നേ. അല്ല കേട്ടോ, എന്റെ പൊന്നിന്റെ ജീവിതത്തിൽ വന്നത് പിന്നെ ഭയങ്കര രസാട്ടോ. അതെ, നമുക്ക് 3-ാം ദിവസം തൊട്ട് ആശുപത്രിയിൽ അടിപൊളി വന്ന 3-ാം ദിവസം തൊട്ട് ഞങ്ങൾ 1 വർഷം ആശുപത്രി തന്നെയായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. പക്ഷെ അതിപ്പോ പറയണ്ട, അത് നമ്മുടെ ലവ് സ്റ്റോറിന്റെ ഭാഗങ്ങളായിട്ട് നമ്മളെല്ലാത്തിനും തീപ്പൊരി ഇട്ട് കൊടുക്കും, എന്നിട്ടൊന്നും പറയൂല. ഞങ്ങൾ എന്താ പറയാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലോ. ഞങ്ങൾക്കിനി വരുവാണ്, ആ ഡേറ്റുകൾ വരുവാണ്. നമ്മുടെ ജീവിതത്തിലെ ബേസിക് മൊമെന്റ്സ്, മാജിക് മൊമെന്റ്സ് സ്പെഷ്യൽ മൊമെന്റ്സ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ നമ്മൾ പ്രത്യേക ദിവസങ്ങളല്ല. അപ്പൊ നമ്മൾ ആ ദിവസത്തിൽ തന്നെ നമ്മളെ കാര്യങ്ങൾ പറയൂ കേട്ടോ. എല്ലാം കൂടി ഒരു ദിവസം തന്നെ പറഞ്ഞ ഒരു വർഷത്തിൽ കുറെ മാജിക് മൊമെന്റ്സ് ഉണ്ട്. അത് ഇവിടെ പണ്ട് അടിച്ചോണ്ടിരുന്ന സാധനം. പണ്ട് മാജിക് മൊമെന്റ്സ് കഴിക്കുമായിരുന്നു. എന്താണ് അങ്ങനൊന്നും പറയല്ലേ. പണ്ട് ഞങ്ങൾ ഇങ്ങനെ കഴിക്കുമായിരുന്നു കേട്ടോ. തമാശക്ക് കള്ളാണല്ലോ ഓടിക്കുന്നത്. തമാശക്ക് മണ്ണപ്പം ചുട്ടൊക്കെ കളിക്കുന്ന അറിയ പോലെയാ. തമാശക്ക് ചുമ്മാ അടിക്കും.
ചുമ്മാ 2 പെഗ് അടിക്കും തമാശക്കുന്നു. പക്ഷെ വീട്ടിലറിയാത്തൊരു സത്യമുണ്ട് കൂട്ടുകാരെ, വീട്ടിലറിയാത്ത. അതെന്താ? അളിയൻ പാവ അളിയൻ നാട്ടിൽ വരുമ്പോ കൂട്ടുകാരെടുത്ത് കുടിച്ചിട്ട് അളിയൻ അങ്ങനെ അങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ. അളിയൻ കുടിച്ചിട്ട് അളിയൻ വീട്ടിൽ കാണാണ്ട് അളിയൻ നമ്മുടെ പശുത്തൊഴുത്തിൽ ഒളിപ്പിച്ച് കുപ്പി ഞാൻ അടിച്ചു വരുമ്പോ എനിക്കത് കിട്ടും. ഞാൻ എന്നിട്ട് അത് റൂമിൽ കൊണ്ട് ഒളിപ്പിച്ചേക്ക. എന്നിട്ട് ഇവൻ ഡയറി മിൽക്ക് മേടിച്ചിട്ട് എന്നിട്ട് എല്ലാവരും ഉറങ്ങി കഴിയുമ്പോ ഞാനും ഇച്ചയും കൂടി റൂമിന്ന് കുടിക്കായിരുന്നു. അളിയൻ ഇന്ന് വരെ മനസ്സിലായിട്ടില്ല അളിയൻ വെക്കുന്ന കുപ്പികളൊക്കെ എവിടെ പോയി. അളിയൻ തിരിച്ചു വന്ന് നോക്കുമ്പോ മൊത്തം വെള്ളമായിരിക്കും. പൊന്നു 2 അടിച്ചിട്ട് പൊന്നു ഒരു ചിരിച്ച് തുള്ളിച്ച കിടപ്പുണ്ടാവും. ആട്ടും കുട്ടി നടക്കുന്ന പോലെ തുള്ളിച്ച. അയ്യോ, നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആണ് കേട്ടോ. അത് പറ ഇത്ര വലുത് വാക്കൊന്നും എനിക്ക് നീ പറയണം. ആൽക്കഹോൾ ഈസ് എ ഇഞ്ചുറി ഓഫ് അവർ ഹെൽത്ത്. എന്നാ പറഞ്ഞ ആൽക്കഹോൾ ഈസ് അല്ലടി, ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു അവർ ഹെൽത്ത്. ഇത് സത്യം. ആ, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരു വർഷമായിട്ട് കഴിക്കാറില്ല കേട്ടോ. അപ്പം നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയിട്ടോ. എല്ലാം പോയി. ഒരു ജസ്റ്റ് നമ്മൾ അതിന്റെ അത് ഓർക്കണെങ്കിലും വേണ്ട ഒരു ബോധം. അപ്പോൾ കുറേ കൂട്ടുകാർക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുള്ള ലൈഫാണോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കുന്ന ഉള്ള ലൈഫാണോ നല്ലതെന്നുള്ള ഡൗട്ടുള്ള കൂട്ടുകാരില്ലേ, കുറേ ആൾക്കാരുണ്ടാവില്ലേ? അവരോട് നിനക്ക് എന്താ പറയാനുള്ളത്? പറ കുഞ്ഞു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് അതിൽ ഉറച്ചു നിൽക്കുക. ഓ, വലിയ കാര്യമായി. നല്ല പാർട്ട്ണറാന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാവൂ. നമ്മളെ ഓട്ടുപാത്രങ്ങളൊക്കെ മേടിച്ചിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴല്ലേ അതിൻ്റെ മഹിമ അറിയുക.